അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പിണറായി വിജയൻ സംശയത്തിൽ നിഴലാവാൻ എന്താ കാരണം? പിണറായി വിജയനെ വെറുതെ ഈ പോറ്റി സന്ദർശിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സംശയത്തിൽ നിഴലാവില്ല. പത്മകുമാറിനെ സംരക്ഷിക്കുന്നതുകൊണ്ട് അദ്ദേഹം സംശയത്തിൽ നിഴലാവുന്നത്. ഒരു കോൺഗ്രസ് നേതാവ് ഇതിനകത്ത് കുറ്റവാളിയായി ജയിലിൽ പോയിരുന്നെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ നിങ്ങൾക്ക് സംശയത്തിന്റെ കുന്തമുന തിരിക്കാനേ. അതിനകത്ത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം കോൺഗ്രസ് നേതാവ് ഇതിൽ ഇൻവോൾവ് ആണ്. കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന ആളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രാഥമികമായി നിലനിൽക്കും. ഇവിടെ എന്താ പ്രശ്നം? പത്മകുമാർ കുറ്റവാളിയാണ്. പത്മകുമാർ ആരാ? പത്മകുമാർ പാർട്ടിയാണെന്ന് മാത്രമല്ല പാർട്ടിയിൽ എല്ലാ കാലത്തും പിണറായിയുടെ കൂടെ നിന്നിട്ടുള്ള ആളാ. അതുകൊണ്ടല്ലേ പിണറായി വിജയനിലേക്ക് ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇവിടെ സോണിയാഗാന്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്ന അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് ഈ പറയുന്ന ഗോപന്റെ പാർട്ടിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അവരുടെ എല്ലാ ക്രൈമിലും കോൺഗ്രസ് ഈ മാതൃക പിന്തുടരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളായ ജനപ്രതിനിധികളായ കോൺഗ്രസുകാർക്കെതിരെ കേസുകൾ ഉണ്ടാവുന്നുണ്ട്, അറസ്റ്റ് പോലും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അപ്പം തന്നെ നടപടിയെടുക്കുകയാണ് ചെയ്തത്. അല്ല, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഇത് ഇവർ പറയുന്നത് എന്താ? ഇവര് ഈ പറയുന്ന ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയല്ലേ CPM? ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി, ഭരണപക്ഷ കക്ഷിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അത് കൊടുക്കുന്ന രാഷ്ട്രീയ സന്ദേശം എന്താ? ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ജിൻസേ? SITയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. ഇങ്ങനെ തൃപ്തരായ ഇവർക്ക് പത്മകുമാറിന്റെ കാര്യത്തിൽ നടപടിയെടുക്കാൻ എന്തിനാണ് അതൃപ്തി എന്ന് ചോദിക്കുന്നത്? SIT മാത്രമല്ലല്ലോ ഇവര് പറയുന്ന ഇത് കൈകാര്യം ചെയ്യുന്ന ഡിവിഷൻ ബെഞ്ച്, ഇവർ നിരന്തരമായി ഇത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ജാമ്യാപേക്ഷ കൊടുക്കുന്ന കോടതി, ജാമ്യം പരിഗണിച്ച കോടതി എന്താ പറഞ്ഞത്? ജാമ്യം പരിഗണിച്ച കോടതി അനിതര സാധാരണമായി നിരന്തരം ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടിരിക്കുക. അതിനെന്താ വസ്തുത? ജാമ്യക്കാരൻ പുറത്തിറങ്ങിയാൽ ഈ പറയുന്ന നിലനിൽക്കുന്ന സംവിധാനത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ച് അയാൾ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടല്ലേ ജാമ്യം നിഷേധിക്കുന്നത്. അല്ലെങ്കിൽ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഒരു കോടതിയും കേസിന്റെ മെറിറ്റിലേക്ക് പോവില്ലല്ലോ. കേസിന്റെ മെറിറ്റ് അവിടെ പ്രശ്നമല്ലല്ലോ. ജാമ്യക്കാരൻ അന്വേഷണത്തെ സ്വാധീനിക്കുമോ? അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ ജാമ്യക്കാരൻ ശ്രമിക്കുമോ? ജാമ്യക്കാരൻ പുറത്തു നിന്നാൽ അന്വേഷണത്തെ ബാധിക്കുമോ? തുടങ്ങിയ കാര്യങ്ങളാണ് ഏത് കോടതിയും പരിഗണിക്കുന്നത്. ആ കോടതി പരിഗണിക്കുമ്പോൾ അത് പരിഗണിക്കാൻ കാരണം എന്താ? ഭരണകക്ഷിയിൽപ്പെട്ട ഒരു നേതൃപദവിയിൽ ഇരിക്കുന്ന ആൾ അദ്ദേഹം. അതുകൊണ്ടാണ് ഇയാൾ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെടുന്നത്. ഇവിടെ വളരെ കൃത്യമല്ലേ, കോടതി പോലും കണക്കാക്കപ്പെടുന്ന കാര്യമല്ലേ. ഭരണപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടി എടുക്കുന്ന നടപടിയിൽ ഒരു ന്യായം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു ന്യായം. അതാണ്. അല്ല, അതൊന്നും അല്ലല്ലോ. ഇവരെന്താ പറയുന്നത്? ഇവരെപ്പോഴും പറഞ്ഞു ഇവരുടെ കാര്യത്തിൽ തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ? ഇവരുടെ കാര്യത്തിൽ എന്താ കോൺട്രഡിക്ഷൻ ഉള്ളത്? ഇവർ പറയുന്നു SIT കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവർ പറയുന്നത് എന്താ? ഞങ്ങൾ ഭരിക്കുന്ന SIT, ഞങ്ങൾ ഭരിക്കുന്ന പോലീസിംഗ് സംവിധാനം, ആ SITയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയുണ്ട് എന്ന് ആവർത്തിക്കുകയാണ്. അങ്ങനെ പൂർണ്ണ തൃപ്തിയുള്ള SIT കസ്റ്റഡിയിൽ വെച്ച ഒരാളെ എന്തിനു സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന കാര്യം പ്രാഥമികമായി നിലനിൽക്കുന്നതല്ല ജിൻസേ. അതിനകത്ത് എന്താ സംശയമുള്ളത്? ശരി. അത് മാത്രമല്ല, ഇയാൾക്ക് നിരന്തരം കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്യുക.